ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായ നാരങ്ങയാണേ. അപ്പോൾ ഞങ്ങളത് പറിച്ച് ആകെ 2 ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് പറിച്ച് നോക്കിയപ്പോൾ ഏത് നാരങ്ങയാണെന്ന് മനസ്സിലാവുന്നില്ല. മാതോളിയാണോ വടകപ്പുളിയാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇതറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടുണ്ടാവില്ലേ, അപ്പോൾ എത്ര വലിപ്പം വെക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഏതായാലും മുറിച്ചപ്പോൾ അതാ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഉള്ളിൽ അല്ലിയൊന്നും ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതെന്ത് നാരങ്ങയെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ചെറുതാക്കി അരിഞ്ഞ് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് 4-5 പച്ചമുളകും വെളുത്തുള്ളിയും വേണം കേട്ടോ. ഈ അരിഞ്ഞു വെച്ചത് വായിൽ വെച്ചപ്പോൾ ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾ, 4 സ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് ഇടാം. ഞാനിവിടെ 4 സ്പൂണാണ് ഇട്ടത്. അച്ചാറിന് കളറ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല കാശ്മീരി മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ ഒഴിക്കുന്നതാണ് കാണിച്ചത്. ഞാനതല്ല, 1 സ്പൂണല്ല, ഒരുപാട് ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇത് കുഴച്ച് വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്, അതിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക്, വെളുത്തുള്ളി, നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് നല്ലോണം യോജിപ്പിക്കണം. നല്ലോണം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഉണ്ടായ കയ്പ്പ് അച്ചാർ ഉണ്ടാക്കിയപ്പോൾ അത്ര ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് നല്ലോണം പാകമായത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ. വീട്ടിൽ കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. എന്താ കാരണം എന്നറിയോ? കുപ്പി കാലിയാവാനായി. കണ്ടില്ലേ, കുപ്പിയിൽ ഇനി ഇത് അത്രയേ ഉള്ളൂ. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങളും ഇങ്ങനെ മൂക്കാത്ത നാരങ്ങ കിട്ടുകയാണെങ്കിൽ ഒന്ന് അച്ചാറൊക്കെ ഇട്ട് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നാരങ്ങ. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല പറ്റേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.